തിരുത്തി കുറിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ചെകുത്താൻ എഴുതിയ കൈകൊണ്ട് തന്നെ സ്ഫടികം എന്ന് എഴുതിയതിന് തുല്യമാണ് നമ്മുടെ 32 സ്ഥാപനങ്ങൾ ലാഭകരമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ബാക്കിയുള്ള 5 സ്ഥാപനങ്ങളും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ ലളിതമായ വളരെ കുറഞ്ഞ നഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ധാരണ തിരുത്തി കുറിക്കുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ചെകുത്താൻ എഴുതിയ കൈകൊണ്ട് തന്നെ സ്ഫടികം എന്ന് എഴുതിയതിന് തുല്യമാണ് നമ്മുടെ 32 സ്ഥാപനങ്ങൾ ലാഭകരമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ബാക്കിയുള്ള 5 സ്ഥാപനങ്ങളും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ ലളിതമായ വളരെ കുറഞ്ഞ നഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ പൊതുമേഖലയെ കുറിച്ച് പല സ്ഥാപനങ്ങളെയും കുറിച്ച് പറഞ്ഞു. അതിൽ KSRTC നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. സത്യത്തിൽ KSRTC നഷ്ടത്തിലാണ്. ഡിപ്രിസിയേഷൻ എഴുതി തള്ളി ₹1 വെച്ചിട്ട് ആ ₹1 വരെയുള്ള 1000 വാഹനങ്ങൾ ഇന്ന് നിരത്തിൽ സർവീസ് നടത്തുന്നു. കേരളത്തിന്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള നഗരമധ്യത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലങ്ങളെല്ലാം KSRTCയുടെ കയ്യിലാണ്. സ്ഥാപനം നഷ്ടത്തിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ KSRTCക്ക് നഷ്ടം എന്ന് പറയാനുള്ളത് എങ്ങനെയെന്നാൽ നമ്മുടെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ നഷ്ടത്തിലാണ് എന്നും നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് രണ്ടുപേരാല്ലേ പൊതുജന സർവീസായിട്ട് കാണുന്നതാണ്. അപ്പോൾ KSRTCയുടെ നഷ്ടം എടുത്ത് തിരിപ്പിച്ച് കാണിച്ചതുകൊണ്ടൊന്നും ശരിയല്ല. ഇവിടെ 5 വ്യവസായ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായി എന്ന് പറയുന്നതിന് 4 ടെക്സ്റ്റൈൽ മേഖലയിലാണ്. കണ്ണൂർ സ്പിന്നിംഗ്, കൊല്ലം സ്പിന്നിംഗ്, മലപ്പുറം സ്പിന്നിംഗ്, സീതാറാം ടെക്സ്റ്റൈൽസ് 4. അത് ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ പ്രതിസന്ധിയാണ് ആ കാണിക്കുന്നത്. ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള പരുത്തിയുടെ വില പക്ഷേ കൃഷിക്കാരന് കിട്ടുന്നില്ല. പഞ്ചസാരയ്ക്ക് ₹45 വരെയുള്ളപ്പോഴും കരിമ്പ് കൃഷിക്കാരൻ പട്ടിണിക്കാരനായി മാറുന്നത് പോലെയാണ് പരുത്തി കൃഷിക്കാരന്റെ സ്ഥിതി. പക്ഷേ ഈ വലിയ വില കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പരുത്തി വാങ്ങിച്ച് വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നവീകരണം അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ സീതാരാമിന്റെ പോലെയുള്ള സ്ഥാപനങ്ങൾ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രോജക്റ്റുകൾ അതൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. എനിക്ക് ഒരു ഒറ്റ കാര്യം മാത്രമാണ് പറയാൻ. തൊഴിലാളി വർഗത്തെ വിശ്വാസതയിൽ എടുത്തു നമ്മുടെ മന്ത്രി ഗവൺമെന്റ്. അവരോട് കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനും ആ അഭിപ്രായങ്ങൾ സ്വീകാര്യമായത് സ്വീകരിക്കാനും 4 പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സന്ദർഭം ഉണ്ടാകുന്നത്. 1967 ദിനേശ് ടി കൂട്ടിയ സമയത്ത് സഖാവ് TB തോമസ് എടുത്ത നിലപാടിന് ശേഷം ഇപ്പോൾ ശ്രീ എളമരക്കരയിൽ മാത്രമാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ വിശ്വാസ്യതയിൽ എടുത്തുകൊണ്ട് അവരോട് കൂടി ചർച്ചകൾക്ക് തയ്യാറായിട്ടുള്ളത് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുക. വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ ഞങ്ങൾ പൊതുമേഖല മാത്രമല്ല, സ്വകാര്യ മേഖലകൾ കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായവൽക്കരണം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മാവൂർ ഗോളിയറൈൻസ് പോലെയുള്ള സ്ഥാപനങ്ങൾ വരട്ടെ നമുക്ക്. അവിടെ ഇപ്പോഴും സ്ഥലം കിടക്കുന്നുണ്ട്. മന്ത്രി അതിന് ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ നീക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വ്യവസായങ്ങൾ വരണമെങ്കിൽ അതിനുള്ള ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാകണം, റോഡുകൾ ഉണ്ടാകണം. അത് വരുമ്പോൾ എതിർക്കുന്ന സമീപനം നമ്മുടെ ഭാഗത്തു നിന്നും മാറിയേ മതിയാവൂ. ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾ വരൂ. വിദേശ നാണ്യം പോലും വിദേശ മുതൽ പോലും നമുക്കൊരു പരിധി വരെ സ്വീകരിക്കാൻ രാജ്യത്തിന്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യവും അപകടപ്പെടുത്താത്ത വിധത്തിൽ നമ്മുടെ നിയമങ്ങൾക്കനുസൃതമായിട്ടുള്ള വ്യവസായങ്ങൾ വിദേശ പൊതുമുതൽ കൂടി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വരുത്താവുന്നതാണ്. നമ്മുടെ മണ്ണും നമ്മുടെ മണലും നമ്മുടെ നദിയും എല്ലാം സംരക്ഷിച്ച് പരിസ്ഥിതിയും സംരക്ഷിച്ച് പരിസ്ഥിതി ഭീകരവാദമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നടക്കുന്നത് ഏത് ആദികപ്പള്ളി വന്നാലും കുഴൽക്കുട്ടി വന്നാലും അതിനെ എതിർത്ത് പരാജയപ്പെടുത്തുക. ഈ വൈദ്യുതി ഇല്ലാതെ എങ്ങനെ കൊണ്ടുവരും ഇവിടെ ഈ നമ്മുടെ വ്യവസായികൾ? അതേക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ എന്ത്
സംഘടിപ്പിച്ചതിൽ അഭിനന്ദിച്ചുകൊണ്ട് AITC-യുടെ ഇതിനുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. അടുത്തതായി STA പ്രതിനിധീകരിച്ച് ശ്രീ യു പോക്കർ സംസാരിക്കുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികളും അറിയിച്ചുകൊണ്ട് ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കിയുള്ള വ്യവസായവും മന്ത്രിയും വ്യവസായ വകുപ്പിനെയും മാനേജ്മെന്റിനെയും അറിയിക്കുന്നു. ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായം നമ്മുടെ കേരളീയ സമൂഹത്തിൽ കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് അത്യന്തം സഹായകമായ ഒരു നിലപാട്. നമുക്കറിയാം, ഇവിടെ പുരാതി മന്ത്രിമാരുണ്ട്, എനിക്ക് മുമ്പ് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വ്യവസായ വകുപ്പിനൊപ്പം തന്നെ സമര സമാധാനത്തിൽ നൽകിയിട്ടും അവിടെ തലപ്പെടുത്തും ഉണ്ടായത് വളരെ യോജിച്ച് ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി അന്ന് തുടങ്ങിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഏറെക്കുറയുള്ള ഒരു ഫലസമാപ്തിയാണ് ഇപ്പോൾ ഈ കാലത്തുണ്ട് എന്ന് പറയുന്നത് സന്തോഷം. നമുക്കിവിടെ വ്യവസായങ്ങളുടെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് നയപരമായ ഒരു മാറ്റമുണ്ടായാൽ എനിക്ക് തോന്നുന്നു. ഇവിടെ മുൻകാലങ്ങളിൽ നടക്കുന്ന ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു മുൻകാലത്ത് കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്. ഇവിടെ ഈ ഗവൺമെൻറ് വ്യവസായ നയം മൊത്തം ഗവൺമെൻറ് ശ്രീ ബാലകൃഷ്ണ പ്രഖ്യാപിച്ചു. അതിൻ്റെ മുൻകാലത്തിൽ കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ്. വ്യവസായ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീമും അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന് പറയുന്നതിൻ്റെ ആഫീസിൽ പോകുന്നത് അതിൻ്റെ ഒരു ശ്ലാഘനീയത ഈ പ്രവർത്തനങ്ങളൊക്കെ ലഭിച്ച് കാണുന്നതാണ്. ഒരുപക്ഷെ നേരത്തെ കൂട്ടാൻ നിർദ്ദേശം കൊടുത്ത ആളുകൾ തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം അന്ന് ERC നമ്മൾ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില ശുപാർശ അന്ന് കൂട്ടാൻ ഉദ്ദേശിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് പിന്നീട് ഇപ്പോൾ തുറക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടും അതിനാവശ്യമായിട്ടുള്ള പരിപാടികൾ ആവശ്യപ്പെട്ടു. അവിടെയാണ് ഒരു ഇച്ഛാശക്തി അതുപോലെ തന്നെ ഒരു സമീപനത്തിൻ്റെ പ്രകടമായ രീതിയിൽ നമുക്ക് പോകുന്നതാണ്. ഇവിടെ പിന്നെ വിദഗ്ധന്മാരുടെ സ്ഥിതിയെ സംബന്ധിച്ച് പലരും പൊതുമേഖലയിൽ നിൽക്കുന്നില്ല. അവർ നല്ല നല്ല കഴിവുള്ള ആളുകളെയൊക്കെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കൃത്യപരിശീലിച്ച് കൊണ്ടുപോകും. അല്ലാത്ത ആളുകളൊക്കെ അവശേഷിക്കുക. ഇപ്പോൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പിന്നെ എക്സ്പെർട്സിനൊക്കെ വെക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് ഈ CEO-മാരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കും. പക്ഷേ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഇപ്പോൾ പരിരക്ഷ കൊടുത്ത് അവരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. CEO-മാർ മാത്രമല്ല ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് സഹായകമായിട്ടുള്ളത് അതിൻ്റെ മറ്റ് എക്സ്പെർട്സ് അവർ പല ആളുകൾക്കും പലരും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തിരിഞ്ഞു പോവുക എന്നൊരു പ്രക്രിയയില്ലാതാണ്. അവരൊക്കെ ഇങ്ങനെ താൽക്കാലികമായി അഡ്ജസ്റ്റ് ചെയ്ത് നിലനിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് സമയബന്ധിതമായി നമുക്ക് ഓരോ സ്ഥാപനങ്ങളുടെയും മെക്കനൈസേഷൻ, മോഡേണൈസേഷൻ അതുപോലുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ സാധിച്ചെടുത്തിട്ടുള്ളതിൻ്റെ ഒരു വലിയ പശ്ചാത്തലം നമ്മുടെ വർഷങ്ങളായി കഴിഞ്ഞ 5-10 വർഷങ്ങൾക്കിടയിൽ നമുക്കിടയിൽ വന്നപ്പോൾ വലിയ മാറ്റമുണ്ട്. നമ്മൾ സൈദ്ധാന്തികമായിട്ട് ഒരുപാട് പിടിവാശികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളരെയേറെ ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ പോലും പലപ്പോഴും നമ്മുടെ തൊഴിലാളി പ്രതിനിധികൾ തന്നെ ബോധ്യപ്പെടുത്തിയാലും തൊഴിലാളികളുടെ നിലപാട് ഒരുപക്ഷെ തെറ്റാണ് പോകുന്നത്. എന്നാലും എടുത്ത ജോലിയിലൂടെ ഒരു അരമണിക്കൂർ അവർക്ക് മാറി ചെയ്യാനോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്താനോ തയ്യാറാകാതിരുന്ന ഒരു സമീപനത്തിന്റെ സമീപകാലത്ത് മാറ്റിയെടുക്കുന്നതിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചതും ഇപ്പോൾ വന്നിട്ടുള്ള ഈ പുരോഗതിയുടെ ഒരു ഭാഗമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ റബ്ബർ നിങ്ങൾ കുറച്ച് റബ്ബർ തയ്യാറെടുപ്പ് ഉണ്ടാക്കി തരും എന്നായിരുന്നു അവിടുത്തെ പ്രതികരണം. ആ ചർച്ച അന്ന് അവസാനിപ്പിച്ചു. പിന്നീട് അതിനുശേഷം വേറെ കുറച്ച് വേറെ തരത്തിൽ ഒരു ചർച്ച നടത്തിയാണ് സ്ഥാപനം മുന്നോട്ട് പോയാൽ വേറെ കാര്യം. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ ഈ മേഖലയിൽ വലിയ പ്രൊഫഷണലിസം വന്നു എന്നതാണ് നമുക്കുള്ള ഒരു പുരോഗതിയുടെ ചെറിയ അന്വേഷണം. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ കുറെ കൂടി പറഞ്ഞല്ലോ വിദേശ വ്യവസായ വിഷയിലാണ്. അതുകൊണ്ട് നമ്മൾ മറ്റു മേഖലയിലേക്ക് പോകുന്നു പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അവർ പറയുന്നത് വീടി തന്നെ തിരക്കുള്ളൂ, ദിനേശ് വീടി തന്നെ നിലനിർത്തണം, അവർക്ക് വീടി വീടുള്ളൂ. കാരണം വീടി ധരിച്ചേ കഴിയുള്ളൂ. മറ്റൊരു മേഖലയിലേക്ക് മാറ്റാൻ
പരിശോധിച്ചാൽ ഇൻഫോമസിൽ 620 തൊഴിലാളികളുണ്ടായിരുന്നു. ഇപ്പോൾ 100 പേരെയുള്ളൂ. കേരള സംബന്ധിച്ചും ഏതാണ്ട് എത്ര തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ 100ഓളം പേരെ വന്നിട്ടുള്ളൂ. നമ്മുടെ മലബാർ യൂണിവേഴ്സിലും ഏതാണ്ട് അതിന് 4 ഇപ്പോൾ നിലവിലുള്ളൂ. ഇപ്പോൾ പിന്നെ മറ്റ് കൂട്ടിപ്പോയ സ്ഥാപനങ്ങളുടെ എണ്ണം പിന്നെ ഉത്തർപ്രദേശ് സിരിക്ക് പിന്നെ കമ്പനികൾ പിന്നെ റൂട്ട് കമ്പനികൾ ഇതൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ മൊത്തം തൊഴിലാളികളുടെ എണ്ണം വളരെ കുറയുന്നത് മാത്രമല്ല സമീപഭാവിയിൽ ഞങ്ങളൊക്കെ ഏതാണ്ട് വംശനാശം വരുന്നവരുടെ നിലയിലേക്ക് വരികയാണ് എന്ന് പറയേണ്ടി വരികയാണ്. കാരണം പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ എണ്ണം അവിടെയൊക്കെ ഇവിടുന്നൊക്കെ ഒരു പ്രസക്തിയുള്ളൂ. ആ രീതിയിൽ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പുതിയ സ്ഥാപനങ്ങളും പുതിയ സമീപനങ്ങളും നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കൂട്ടായ്മ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നന്ദി ചെയ്യും. BMS പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ കെ ഗംഗാധരൻ നമ്മളോട് സംസാരിക്കും.